സ്വാഗതം. അപ്പൊ ഞാൻ വീണ്ടും പുതിയൊരു പാചകമായിട്ട് എത്തിയിരിക്കുകയാണ്. നോക്കി എന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത് നോക്കിയത്, എന്റെ ചിക്കൻ ബ്രസ്റ്റ് ആണ് ഇരിക്കുന്നത്. എന്റെ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ ഈ രീതിയിൽ പീസാക്കി എടുത്തു. 2 പീസായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഞാൻ ഈ രീതിയിൽ ഒരു നീളത്തിൽ ഇങ്ങനെ ഒരു പീസാക്കി എടുത്ത് മാറ്റി വെച്ചു. ഇത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കോൺഫ്ലോർ, മൈദ, സോയാ സോസ്, ഒരു മുട്ട, കുരുമുളക് പൊടി, അണ്ടിപ്പരിപ്പ്, കാഷ്യൂനട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, ചില്ലി ഫ്ലേക്സ്, വെളുത്തുള്ളി, പഞ്ചസാര, പിന്നെ ഞാൻ സോയാ സോസ് വീണ്ടും എനിക്ക് വേണ്ടതുകൊണ്ട് ഞാൻ ചെറിയൊരു ബോളിനകത്ത് വീണ്ടും സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി പൗഡർ, ഇത് ചില്ലി സോസ്, ഇത് ടൊമാറ്റോ സോസ്, പിന്നെ ഇത് ഉപ്പ്, പിന്നെ ഇത് വൈറ്റ് എള്ള്, വിനാഗിരി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഈ ഒരു മുട്ട അത് ഒഴിച്ചു. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചു എന്താ സോയാ സോസാണേ. അപ്പോൾ ഇത് കുറച്ച് സോയാ സോസ് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലോർ ഇടുകയാണ്. പിന്നെ 1 സ്പൂൺ വെച്ചൊക്കെ ഉള്ളൂ കണക്കിൽ പറയുകയാണെങ്കിൽ. പിന്നെ കുറച്ച് മൈദ ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 30 മിനിറ്റ്. ഇത് കേട്ടിട്ട് എൻ്റെ ജൂലി എന്നോട് ഒരു കാര്യം പറഞ്ഞ രംഗമാട്ടോ അവർ കാണുന്നത്. അപ്പോൾ അവൾ വിചാരിച്ച അവളോടാണ് ഞാൻ കാര്യം പറയുന്നത്. അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ ഇറക്കിയിട്ട് നമ്മളിതൊരു 30 മിനിറ്റ് ഇങ്ങനെ നമ്മൾ മാറ്റി വെക്കുക. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അഥവാ കോൺഫ്ലവർ പോരാ എന്ന് തോന്നുവാണെങ്കിൽ ലേശം കൂടെ കോൺഫ്ലവർ ഇടുക. കാരണം ഇത് മൊരിയാനൊക്കെ നല്ലതാണിത്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കോൺഫ്ലവറൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കി ഞാൻ ഇതിങ്ങനെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു 30 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇതിനകത്തേക്ക് കുരുമുളക് പൊടി കൂടി ഇടണം കേട്ടോ. ഞാനത് സ്വല്പം മറന്നുപോയി പറയാനായിട്ട്. അപ്പോൾ ലേശം കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് ഞാനിതിനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം കേട്ടോ. ഞാൻ ഫ്രൈ പാൻ വെച്ചു. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള അരിഞ്ഞത് ഇതിനകത്ത് കാര്യം മറന്നു പോകുന്നത്. ഞാൻ ഇത് സവാള അരിഞ്ഞ് വെച്ച് ഞാൻ ഓൾറെഡി ആ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഞാനങ്ങ് മറന്നു പോയതാണ് പറയാനായിട്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് എണ്ണ ചൂടായി നമ്മൾ ഇതിനകത്തേക്ക് ഇതിനായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് കുറച്ച് ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് എനിക്ക് ഫ്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ഇത് ഫ്രൈ ചെയ്ത് ഒന്ന് ഇത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്ന ആ ഒരു സെറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 2 ചിക്കനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യുന്നത് പരുവം ഈ പരുവമാണ്. ഈ പരുവം ഈ പരുവത്തിലാണ് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് നോക്കിയേ. മമ്മി 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 മീൻ എൻ്റെ മമ്മി ഇതിനിടയ്ക്ക് കാര്യം പറഞ്ഞ സൗണ്ടാണ് കേട്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് ഞാൻ ബാലൻസ് ചിക്കനും കൂടെ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ തന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് നമ്മൾ ഈ ലെവലിൽ സെറ്റാക്കി ഞാൻ ഇതിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് സവാള ഞാൻ ഓൾറെഡി സവാള അരിഞ്ഞ് വെച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് പാചകത്തിന് എളുപ്പത്തിൽ രാവിലെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഞാനൊരു ലേശം സവാള ഞാൻ ഇതിനകത്തേക്കിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ രാവിലെ എല്ലാം പാചകം ചെയ്യുമ്പോൾ എനിക്ക് സവാളയൊക്കെ അർജൻറ്റായിട്ട് വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ സവാളയൊക്കെ ഓൾറെഡി നല്ലത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തെടുത്ത് വെച്ചേക്കും. അപ്പോൾ തീ കൂട്ടിയിട്ട് സവാളയ്ക്ക് വേണ്ട എന്നല്ല ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ വഴറ്റണം. വഴറ്റിയതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത ഓരോ ഇൻഗ്രീഡിയൻസ് ഇടാം. എന്നിട്ട് നമ്മൾ നല്ല സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് വെളുത്തുള്ളി ഇടുകയാണ്. അത്രയും വെളുത്തുള്ളിയും കൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ടു. വെളുത്തുള്ളിയുടെ പച്ചമണം മാറണം. അതുവരെ നമുക്കിന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നുറുക്കി വേണം ഇടാൻ കേട്ടോ. 2-3 പീസായിട്ടൊക്കെ
ഒരു 3-4 പീസായിട്ടൊക്കെ അണ്ടിപ്പരിപ്പിനെ നുറുക്കിയിടുക. ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഉണ്ടോ, ഇത് ഞാൻ 3 സോസിൻ്റെ വെള്ളമാണ്, 3 വെള്ള സോസും എടുത്ത് അതിൻ്റെ ലേശം വെള്ളം കൂടെ കലർത്തിയിട്ട് ഒഴിച്ച് ഞാൻ ഇതിനകത്തേക്ക് അങ്ങ് ചേർക്കുക. ഇതിനകത്തേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ടു. ചില്ലി ഫ്ലേക്സ് ഒക്കെ കുറച്ച് ഇടുന്നുള്ളൂ, ഇരിച്ചാൽ ഒത്തിരി ആകുമ്പോൾ. ഇതിനകത്തേക്ക് ലേശം മുളക് പൊടി ഇട്ടു. എൻ്റെ മുളക് പൊടിക്ക് എരിവില്ലാത്തത്, എത്ര ഇട്ടാലും എനിക്കില്ല, കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല. അവർ കിടന്ന് വെള്ളം വെക്കാൻ തുടങ്ങും, ആൻറ്റിയേ ഇരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കടയിൽ പോയി മുളക് വാങ്ങുമ്പോൾ ഞാൻ പറയും എരിവില്ലാത്ത മുളക് തരുന്നതെന്ന്. അതുകൊണ്ട് അവരങ്ങനെ എനിക്ക് തരാറുള്ളൂ. അപ്പം ഇതേണ്ട ആ അടുത്ത മുളക് പൊടി ഇട്ടു വഴറ്റി. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ ഈ ചിക്കനെ എടുത്തങ്ങിടാൻ പോവാം. മൊത്തം എടുത്തിട്ട് ഈ തവി പോരാ, വേറെ തവി എടുത്തേ പറ്റുള്ളൂ. ഇത് തവി ഇളക്കാനൊരു സുഖമില്ല, ഇത് കോരാനൊക്കെയുള്ള സുഖം. അതുകൊണ്ട് നമ്മൾ തവിയൊക്കെ മാറ്റി പിടിക്കുക കേട്ടോ. മറ്റൊരു ഇതാട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് സോസ് ഒഴിക്കാൻ പോവാം. ഞാൻ ഇതിനകത്തേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു. ടൊമാറ്റോ സോസ് ഞാൻ എടുത്തുകൊണ്ടുവന്ന മൊത്തം ടൊമാറ്റോ സോസ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു. പിന്നെ ഒരു സ്പൂൺ വിനാഗിരി ചേർത്തു. പിന്നെ ലേശം സോയാ സോസ് ചേർത്തു. ലേശം ചില്ലി സോസ് ചേർത്തു. ഒക്കെ ലേശം വെച്ചിട്ട് ചേർത്തുള്ളൂ, കാരണം എരിച്ചാലോ. നമുക്ക് വേണ്ടത് പഞ്ചസാര ചേർക്കണം. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിനകത്തേക്ക് ഇടുക. ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് തിരിച്ചു വരാം. ഇതിനകത്തേക്ക് സോസ് എല്ലാം ഒഴിച്ചു. പിന്നെ ഇച്ചിരി ലേശം ഞാനൊരു വീണ്ടും ടൊമാറ്റോ സോസ് ലേശം കൂടെ ഒഴിച്ചു, കാരണം എനിക്ക് പോരാ എന്നൊരു തോന്നലുണ്ടായതുകൊണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത് അതാണ്ട് വൈറ്റ് എള്ളാണ്. ഈ വൈറ്റ് എള്ള് കൊടുത്തിട്ട് ഒന്നുകൂടി ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വരാം. അപ്പോൾ വേണ്ട, ഞാൻ കുറച്ചുകൂടി എനിക്ക് വൈറ്റ് എള്ള് പോരാ എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് എള്ളൂടെ ഇടുകയാണ്. വൈറ്റ് എള്ളാണ് ഇതിൻ്റെ ഭംഗി. ഇത് നമ്മൾ ചെയ്യുമ്പം ഇങ്ങനെ വൈറ്റ് എള്ളിങ്ങനെ കിടക്കണം. അപ്പോൾ ഇവരാരും ഇത് കഴിച്ചു നോക്കിയതൊന്നുമില്ല കേട്ടോ. ഇവരെ കൊണ്ടൊന്ന് കഴിച്ചു നോക്കിക്കണ്ടേ. അപ്പോൾ നോക്കാം. എടാ കഴിച്ചു നോക്ക്. ഇവരൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞത് സൂപ്പറാണ്, കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഉണ്ട് എന്നാണ് അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത്, ഡ്രാഗൺ ചിക്കൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ. ഇതൊക്കെ അവിടെ നിന്ന് ദേവൂട്ടി ഇരുന്ന് വെള്ളം ഊർന്നുണ്ടാവും, അതെനിക്കറിയാം. ദേവൂട്ടിയൊക്കെ ക്ഷമിച്ചേക്കും എൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ, പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരൊക്കെ എല്ലാവരും ടാറ്റാ.